സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രഡക്ഷൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണത്. ഓൾറെഡി എഡ്യൂക്കേഷൻ എന്താണ്, അതിൻ്റെ എയിം, പിന്നെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തയാണ് നമ്മുടെ എഡ്യൂക്കേഷനിലുള്ള കുറച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലേണിംഗ് പ്രോസസ്സിനെ കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള, അപ്പം ഇൻട്രഡക്ഷൻ ഓഫ് സയൻറ്റിഫിക് പ്രോസസ്സ് ഇൻ ലേണിംഗ് ടെക്നോളജി പറയുന്നതാണ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. എന്തൊക്കെയാണ് ഇതിൻ്റെ എയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് ആ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സ്റ്റുഡൻസിന് ഔട്ട്കം കൂടുന്നുണ്ട്. അപ്പം നല്ല ഫസ്റ്റ് വൺ ഇമ്പ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, രണ്ടാമത്തത് ഇമ്പ്രൂവിങ് ദ സ്റ്റുഡൻറ്റ് ഔട്ട്കം, പിന്നെയുള്ളതാണ് യൂട്ടിലൈസ് സ്ട്രാറ്റജി. അതായത് ഇപ്പം നമുക്ക് കുറച്ച് ടൂൾസൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്കിൽസ് പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തത് ഓർഗനൈസ് ലേണിംഗ് ടെക്നിക്സ് ആണ്. നമ്മുടെ ഒരു എഡ്യൂക്കേഷന് കുറച്ചും കൂടി ഓർഗനൈസ് ആയിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിസൈർഡ് മോഡിഫിക്കേഷൻ, അതായത് ടീച്ചേഴ്സിനെയും അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെയും ബിഹേവിയറിൽ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ റിസൾട്ടായിട്ട് പറയുന്നത് സ്റ്റുഡൻസിനായിക്കോട്ടെ ടീച്ചേഴ്സിനായിക്കോട്ടെ ആ ഒരു ടീച്ചറിന് ടീച്ചിങ് എന്ന പ്രോസസ്സും സ്റ്റുഡൻസിന് ലേണിംഗ് എന്ന പ്രോസസ്സും കുറച്ചും കൂടി ഈസിയർ ആക്കുന്നുണ്ട്, ബെറ്റർ ആക്കുന്നുണ്ട്. സോ ഇതിൻ്റെയൊക്കെ മൊത്തത്തിൽ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൂടുന്നുണ്ട്, രണ്ടാമത്തത് സ്റ്റുഡൻസിന് ഔട്ട്കം കൂടുന്നുണ്ട്, ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്, റിസൾട്ട് ബെറ്റർ ആവുന്നുണ്ട്, പിന്നെ സ്ട്രാറ്റജീസ് നമുക്ക് നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസൈറബിൾ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തയാണ് അപ്രോച്ചസ് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. ഇതിനകത്ത് വരുന്ന അപ്രോച്ചസാണ് ഹാർഡ്വെയർ അപ്രോച്ച്, സോഫ്റ്റ്വെയർ അപ്രോച്ച് ആൻഡ് സിസ്റ്റമിക് അപ്രോച്ച്. ഹാർഡ്വെയർ അപ്രോച്ച് അതായത് ഫിസിക്കലായിട്ടുള്ള, ഇപ്പം ഞാനിപ്പോൾ കമ്പ്യൂട്ടർ, TV, ഇപ്പം റിലേറ്റീവ് ടെക്നോളജി ബേസ്ഡ് അപ്പോൾ ഫിസിക്കൽ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ടെക്നോളജീസ്. ഫിസിക്കൽ പരമായിട്ടുള്ള എൻജിനീയറിംഗ് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ളത്. എക്സാമ്പിൾ പറയുന്നതാണ് ടേപ്പ് റെക്കോർഡർ, റേഡിയോ. ഇതെല്ലാം ടീച്ചിങ് എന്ന പ്രോസസ്സിനെ കുറച്ചും കൂടി ഈസിയർ ആക്കുന്നുണ്ട്, ടീച്ചിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അടുത്തതാണ് സോഫ്റ്റ്വെയർ അപ്രോച്ച്. ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി ഉണ്ട്, ബിഹേവിയറൽ ടെക്നോളജി ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നമ്മുടെ ഗെയിംസ്, ദെൻ ന്യൂസ് പേപ്പർ, ബുക്ക്, മാഗസിൻസ് ഒക്കെ. മൂന്നാമത്തെയാണ് സിസ്റ്റമിക് അപ്രോച്ച്. ഇതിനകത്തൊരു സിസ്റ്റം പോലെ നമ്മൾ ഇൻഫർമേഷൻസ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, അത് പ്രോസസ്സിങ് നടക്കുന്നു, ആൻഡ് ഫൈനലി ഔട്ട്പുട്ട് കിട്ടുക ചെയ്യുന്നത്. ഇൻപുട്ട് മീൻ ചെയ്യുന്നത് സ്റ്റുഡൻസിന് നമ്മൾ ഇൻഫർമേഷൻസ് അങ്ങോട്ട് കൊടുക്കുന്നില്ല, ടീച്ചർ ടീച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടീച്ചർ സ്റ്റുഡൻസിനോട് ഇമ്പാർട്ട് ചെയ്യുന്നതാണ് ഇൻപുട്ട്. ഇതിന് നമ്മൾ സിസ്റ്റമിക് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇത് വന്നിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള സിസ്റ്റമ എന്ന വേർഡിൽ നിന്നാണ്. അടുത്തയാണ് പ്രോസസ്സ്. പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ഗോസ് ഇൻ ടു ദ സിസ്റ്റം, സിസ്റ്റത്തിലോട്ട് പോകുന്ന എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ്സുകൾ, റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഒരു ലേണിംഗ് ടെക്നിക്കുകൾ. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻപുട്ട് ഇത് കൊടുക്കുന്നുണ്ട്, പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ആ ഔട്ട്പുട്ട് ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു ബെറ്റർ ടീച്ചിങ് എയ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർ സ്റ്റുഡൻസ് തമ്മിലുള്ള കീപ്പ് ചെയ്യുന്ന എല്ലാ റിലേഷൻഷിപ്പ്, സ്റ്റുഡൻസ് തരുന്ന ഫീഡ്ബാക്ക്, ഇതെല്ലാം വരുന്നതാണ് ഔട്ട്പുട്ടിൽ. സോ ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ടാണ് വരുന്നത്. നമ്മളിതിനകത്ത് ആപ്ലിക്കേഷനകത്ത് ഹാർഡ്വെയർ അപ്രോച്ച് പറഞ്ഞു, സോഫ്റ്റ്വെയർ അപ്രോച്ച് പറഞ്ഞു, ആൻഡ് ഫൈനലി ഇത് സിസ്റ്റം അപ്രോച്ച്. സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് ഇൻപുട്ട്, ദെൻ പ്രോസസ്സ് ആൻഡ് ഔട്ട്പുട്ട്. അടുത്തയാണ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. അതിൽ ഒന്നാമത് പറയുന്നതാണ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഇതിലൂടെ ടീച്ചർമാർക്ക് എന്താണ് ടീച്ചിങ് എന്നും ടീച്ചിങ്ങിന് ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീച്ചർ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അതിനോട് അഡാപ്റ്റ് ചെയ്യേണ്ട ആസ്പെക്റ്റുകളെ കുറിച്ചിട്ട്. രണ്ടാമത്തത് ബിഹേവിയറൽ ടെക്നോളജീസാണ്. അതായത് ഇപ്പം ഒരു സൈക്കോളജിക്കലി എങ്ങനെ സ്റ്റുഡൻസിനോട് ഇൻട്രാക്ട് ചെയ്യണം, അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. കൂടാതെ തന്നെ ടീച്ചറിൻ്റെ സ്വഭാവത്തിൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരണം, അത് സ്റ്റുഡൻസിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തരുന്നുണ്ട്. ബേസിക്കലി ഒരു ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്, എന്താണ് എഡ്യൂക്കേഷൻ എന്ന്. അപ്പോൾ ടീച്ചർമാർ ഫസ്റ്റ്ലി നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ടീച്ചർമാർ ആദ്യം ടീച്ചിങ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കണം, പിന്നെയാണ് അവരുടെ ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. ടീച്ചിങ് ടെക്നോളജീസ്
കുറച്ച് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ സോഷ്യൽ ആൻഡ് പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് കൂട്ടുക ചെയ്യുന്നത്. അടുത്താണ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. ഇവിടെ ഒരുപാട് കോൺസെപ്റ്റുകൾ, അതായത് ഫ്രേസസ്, ലെവൽസ്, പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ നമ്മുടെ ടീച്ചിങ് എന്ന പ്രോസസ്സിനെ കുറച്ചും കൂടി മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. അടുത്തയാണ് ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി. ഇതൊരു സിസ്റ്റമിക് ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. ആൻഡ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റെപ്സ്, നമ്മൾ കുറച്ച് സീരീസ് ഓഫ് സ്റ്റെപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇൻക്ലൂഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, സയൻറ്റിഫിക് ആയിട്ടുള്ളതൊക്കെ, നോളജ് ബേസ്ഡ് പ്രിൻസിപ്പിൾസ്. ഇതിലൂടെ എല്ലാം നമ്മുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻസ്ട്രക്ഷണൽ മീഡിയാസ് വരുമ്പോഴത്തേക്കും ഒരു സെറ്റ് ഓഫ് ഫിസിക്കൽ വേസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റെപ്സ് കൊണ്ട് the instructions are delivered to the students, which include computers, videos, textbooks. പിന്നെ നമ്മൾ യൂസ് ഓഫ് AVH ആണ്. AVH യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു ഓഡിയോയും വിഷ്വലൈസ് ചെയ്യുന്നത് വഴി സ്റ്റുഡൻസിന് കുറച്ചും കൂടി ക്ലാസ്സസ് അട്രാക്റ്റീവായിട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടും തോന്നും. പിന്നെ പറയുന്നതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് കറിക്കുലം. അതായത് നമുക്കൊരു ലേണിംഗ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സെറ്റ് ഓഫ് സബ്ജക്ട്സ്, അതിനകത്ത് കുറച്ച് ലേണിംഗ്, കുട്ടികളുടെ ലേണിംഗ് എബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ച് സബ്ജക്റ്റിൽ, ഇപ്പം തന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോയി ബെറ്റർ ഒരു 5th സെമസ്റ്ററിലെ കുട്ടി എത്രത്തോളം നോളജബിൾ ആവണം, അല്ലെങ്കിൽ ഇന്ന ഫീൽഡിൽ വരണം എന്നതിന് നമ്മൾ ആദ്യമേ ഒരു സെറ്റ് ഓഫ് കറിക്കുലം പറയുന്നുണ്ട്. ഇന്ന സബ്ജക്റ്റ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ലെവൽ. അങ്ങനെ ഫീഡ്ബാക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം പിള്ളേരിൽ നിന്ന് ഫീഡ്ബാക്ക് മേടിക്കുക. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ലേറ്റസ്റ്റ് അപ്രോച്ചസ്, ട്രാൻസ്ഫോർമേഷണൽ എഡ്യൂക്കേഷൻ, കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ഇപ്പം ലേറ്റസ്റ്റ് ഉണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് കോംപ്രിഹെൻസീവ് ആണ് ലേറ്റസ്റ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ചസിനകത്ത് വരുന്നത്. ട്രാൻസ്ഫോർമേഷണൽ അപ്രോച്ച് ഓഫ് ലേണിങ്ങിനകത്ത് ലേണേഴ്സിനെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് വെക്കാനും ആൻഡ് ഓൾസോ ടു എംപവർ ഹാപ്പി ആൻഡ് എംപവർ, മോട്ടിവേറ്റ്, എംപവർ ഹാപ്പി ആൻഡ് ഹെൽത്തി ലേണേഴ്സ്. കുറച്ചുകൂടി ലേണേഴ്സിനെ ഹാപ്പി ആയിട്ട് വയ്ക്കാൻ, അവരെ എംപവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇൻഡിവിജ്വൽ ലെവലിലും കമ്മ്യൂണിറ്റി ലെവലിലും സ്വന്തമായിട്ട് ഡിസിഷൻ മേക്കിംഗ് പവറും കിട്ടുന്നുണ്ട്. സോ ഇതിന് തന്നെ സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷണൽ അപ്രോച്ച് ഓഫ് ലേണിംഗ്. ഒന്നാമതായിട്ട് പറയുന്നതാണ് മേക്കിംഗ് അസംഷൻസ്. രണ്ടാമത് പറയുന്നതാണ് ഹാവിങ് എക്സ്പീരിയൻസ്. നമ്മൾ ആദ്യം അസംഷൻസ് ഉണ്ടാക്കണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം. വൺസ് നമുക്കിത് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട്, ഹാവിങ് എക്സ്പീരിയൻസസ് ആണ്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ചാലഞ്ചിങ് പെർസ്പെക്റ്റീവ്സും. നാലാമത്തത് എക്സ്പീരിയൻസ് ട്രാൻസ്ഫോർമേറ്റീവ് ലേണിംഗുമാണ്. ഫേസസ് ഓഫ് ട്രാൻസ്ഫോർമേഷണൽ ലേണിംഗ് വരുമ്പോൾ പ്ലാനിങ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ, ഫോർമുലേറ്റിംഗ് ന്യൂ റൂൾസ്, ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് ഓഫ് അസംഷൻസ്, നമുക്ക് നോളേജ് അക്വയർ ചെയ്യുന്നത്, ഡെവലപ്പിംഗ് ന്യൂ സ്കിൽസ്, ബിൽഡിംഗ് കോമ്പീറ്റൻസി ആൻഡ് സെൽഫ് കോൺഫിഡൻസ്, എക്സ്പീരിയൻസിലൂടെ പുതിയ നോളേജ് അക്വയർ ചെയ്യുന്നത്, അക്വയറിംഗ് നോളേജ് ത്രൂ എക്സ്പീരിയൻസസ്. ദെൻ ബിൽഡിംഗ് കോമ്പീറ്റൻസി ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻ ന്യൂ സ്കിൽസ്, എക്സ്പീരിയൻസിലൂടെ പുതിയ നോളേജ് അക്വയർ ചെയ്യുന്ന, അക്വസിഷൻ ഓഫ് നോളേജ് ത്രൂ മീൻസ് നമ്മൾ എക്സ്പീരിയൻസിലൂടെ നോളേജ് ഗെയിൻ ചെയ്യുന്നതാണ്. ബാക്കിയുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്, കൊളാബറേഷൻ വിത്ത് അതേഴ്സ്, ആക്റ്റീവായി പഠിക്കുന്നത്, ആൻഡ് ഫോളോയിങ് ദ ബേസിക് റൂൾസ് ഓഫ് ലേണിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യുന്നതാണ്. അടുത്തത് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞത് ട്രാൻസ്ഫോർമേഷണൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അടുത്ത റിലേഷൻഷിപ്പ് ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. ഇതൊരു സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് അപ്രോച്ചാണ്. അതായത് ഇപ്പം നല്ല ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് എഫക്റ്റീവ്നെസ് ഓഫ് സ്റ്റഡി കൂടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ്. അവർ തമ്മിൽ നല്ലൊരു ലിങ്ക് കീപ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്തും സ്റ്റെപ്സായിട്ട് പറയും റിലേഷൻഷിപ്പ് ബേസ്ഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മൾ ബിഹേവിയർ ഒബ്സർവ് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബിഹേവിയർ, പിന്നെ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പാരൻസും സ്റ്റുഡൻസും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. സപ്പോർട്ടിങ് കോമ്പീറ്റൻസി. പിന്നെ പറയുന്നത് ഒരു ഡെവലപ്പ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ദാറ്റ് പ്രൊമോട്ട് ലേണിംഗ് ആൻഡ് നോളേജ് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ നന്നായിട്ട് കെയർഫുള്ളി ലിസൺ ചെയ്യണം ആൻഡ് പ്രൊമോട്ട് ദ റിഫ്ലക്ഷൻ ഓഫ് ഗുഡ് ബിഹേവിയർ, നല്ല ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യണം. ഇത് വഴിയുള്ള ഉപയോഗങ്ങളെന്ന് പറയുന്നത് കുട്ടികളുടെ നോളേജ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അവരുടെ നീഡ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്രോച്ചസ് എനേബിൾ സ്റ്റുഡൻസ് ദ ടീച്ചേഴ്സ് ടു വർക്ക് വിത്ത് സ്റ്റുഡൻസ് ക്ലോസ്ലി ഫോർ ദ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അവരുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള മൊത്തത്തിൽ ഫിസിക്കലായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള എല്ലാ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നതാണ്. ടീച്ചേഴ്സ് വർക്ക് വിത്ത് സ്റ്റുഡൻസ് ഫോർ ദ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്. അടുത്ത് പറയുന്നത് കോമ്പീറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. ഇത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ആ ഒരു എബിലിറ്റി അനുസരിച്ച് സ്കില്ലും നോളേജും അക്വയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അനുസരിച്ചാണ് ദ അപ്രോച്ച് അലോ സ്റ്റുഡൻസ് ടു അഡ്വാൻസ് based upon the ability to master the skills or compete at the level of their surroundings. പിന്നെ ഫേസസ് ആയിട്ട് വരുന്നതാണ് സെൽഫ് അവെയർനെസ്, സെൽഫ് മാനേജ്മെൻറ്റ് ആൻഡ് സോഷ്യൽ അവെയർനെസ്. ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കൂടുന്നുണ്ട്, റിലേഷൻഷിപ്പ് സ്കില്ല് കൂടുന്നുണ്ട്, സെൽഫ് കോൺഫിഡൻസ്, ടീം വർക്ക്, ടീം ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ട്, വാല്യൂസ് ആൻഡ് എത്തിക്സ്, റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, എൻഹാൻസിങ് മാനേജിങ് സ്കിൽസ്, എൻഹാൻസിങ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ് ആൻഡ് ന്യൂ സ്കിൽസ്. ആ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോമ്പീറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. കുട്ടികളുടെ എബിലിറ്റി അനുസരിച്ചാണ് ഇത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. സോ ഇതൊരു ഇൻഡിവിജ്വലൈസ് ആയിട്ടുള്ള പ്രോഗ്രഷനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്മെൻറ്റ് അവിടെ നടക്കും. നമ്മുടെ നോളേജും സ്കില്ലും അവിടെ ഡെവലപ്ഡ് ആവുന്നുണ്ട്. സ്കില്ലിൽ ആ ഒരു പർട്ടിക്കുലർ സ്കില്ലിൽ കുറച്ചും കൂടി മാസ്റ്റർ ആയിരിക്കും നമ്മൾ. ക്ലാരിറ്റി ആണെങ്കിലും ട്രാൻസ്പെറൻസി ആണെങ്കിലും കുറച്ചും കൂടി ഒന്ന് കൂടും. ലേണേഴ്സിന് റിസോഴ്സസ് എവിടെ വേണമെങ്കിലും വെച്ച് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എൻഹാൻസേഴ്സ് ഔട്ട്കം ബേസ്ഡ് ലേണിംഗ്. പിന്നെ സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിങ്ങുമാണ്. ഈ ഒരു 3 എണ്ണമാണ് പറഞ്ഞ ലേറ്റസ്റ്റ് അപ്രോച്ചിനകത്ത് വരുന്നത്. കോമ്പീറ്റൻസി ബേസ്ഡും റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ആൻഡ് ട്രാൻസ്ഫോർമേഷണൽ എഡ്യൂക്കേഷനാണ്, അത്രയാണ് പറയുന്നത്. അടുത്തയാണ് നമ്മുടെ ഫിലോസഫീസ് പറയുന്നത്. ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള ഫിലോസഫിയിൽ നിന്നാണ് വരുന്നത്, ഫിലോ ആൻഡ് സോഫിയ. ഫിലോസഫി ഈസ് എ സയൻസ് ഓഫ് നോളേജ് വിച്ച് എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറഞ്ഞത്. ഫിലോസഫി ഈസ് മദർ ഓഫ് ഓൾ ദ ആർട്സ് എന്ന് പറഞ്ഞത് സെഡ് ബൈ സിഖേറോ. ഇതിനകത്ത് മെയിൻലി നമ്മൾ ഫിലോസഫി എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലോസഫിയും എഡ്യൂക്കേഷനും അത് 2 sides ഓഫ് എ കോയിൻ. 2 സൈഡിൻ്റെയും ഒരു കോയിനിൻ്റെ 2 സൈഡ് എന്നാണ് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഫിലോസഫിയിൽ വരുന്നതാണ് ട്രഡീഷണൽ ഫിലോസഫിയും മോഡേൺ ഫിലോസഫിയും. പണ്ടത്തെ ട്രഡീഷണൽ ഫിലോസഫിയിൽ വരുന്നതാണ് നാച്ചുറലിസം, പ്രഗ്മാറ്റിസം, റിയലിസം ആൻഡ് ഐഡിയലിസം. വേറസ് മോഡേൺ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനകത്ത് വരുന്നതാണ് എക്സിസ്റ്റൻഷ്യലിസം, പെരിനിയലിസം, എസെൻഷ്യലിസം, പ്രൊജക്റ്റാലിസം ആൻഡ് കൺസ്ട്രക്ഷലിസം. ഇത്രയാണ് വരുന്നത്. ഐഡിയലിസം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ മെത്തേഡാണ്. ആൻഡ് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ടു സീ എന്നാണ് മീനിങ്. ആൻഡ് ഫാദർ ഓഫ് ഫിലോസഫി ഈസ് പ്ലാറ്റോ. ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ വാല്യൂസിലാണ്, നമ്മുടെ സ്പിരിച്വാലിസത്തിലാണ്. ആൻഡ് മാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സ്പിരിച്വാലിസം ആൻഡ് മെറ്റീരിയൽ വേൾഡ്. കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള ആസ്പെക്റ്റാണ് ഇവിടെ വരുന്നത്. മാനിനെ ഒരു സ്പിരിച്വൽ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് സുപ്പീരിയർ ക്രിയേച്ചർ ഗിവൺ ബൈ ഗോഡ്, അത് മനുഷ്യനെന്നാണ് വിശ്വസിക്കുന്നത്.